അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ഖുർആനോടൊപ്പമുള്ള ഈ യാത്രയിൽ പഠിക്കുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നതാണ് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. 30-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തിനോട് ദഅവത്ത് നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഥമമായ കൽപ്പന ആ സമുദായത്തെ ഉണർത്തുന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് ഇതുവരെയും ആരും ചെയ്തിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു നീച പ്രവർത്തനം, ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ ചില ആളുകൾ അതൊരു ട്രെൻഡായി കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒരു 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെന്ന് അതൊക്കെ ചെയ്യാത്ത ആളുകളെ വിളിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴവില്ലെന്ന മനോഹരമായ ആ ഒരു കളറിനെ ഇത്രയും നീചമായ ഒരു പ്രവൃത്തിയിലേക്ക് സിമ്പലാക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു ന്യൂ ട്രെൻഡാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായവും ആ സമുദായത്തിൽ സംഭവിച്ചതും ആ സമുദായത്തെ പിന്നെ എങ്ങനെയാക്കി മാറ്റി എന്നതും എല്ലാമുള്ള വിഷയങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. ലൂത്ത് നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തോട് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടിയായിരുന്നു 30-ാമത്തെ ആയത്തിൽ നമ്മൾ കേട്ടത്. അവർ പറഞ്ഞത്, ഒന്നുകിൽ നീ നിൻ്റെ ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ശിക്ഷയും കൊണ്ടുവാ, നമുക്കപ്പോൾ ഒന്ന് കാണാം എന്ന രൂപത്തിൽ നിഷേധിക്കുന്ന, കളവാക്കുന്ന, പരിഹസിക്കുന്ന വാക്കുകളാണ് സമുദായത്തിൽ നിന്ന്, തൻ്റെ പ്രബോധിത ആളുകളിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ അവസാനം നിക്കക്കള്ളിയില്ലാതെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ച് പ്രബോധനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റമെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, എന്നിട്ടും അവർ ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ ആ സമുദായത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന അള്ളാഹുവിനോട് ലൂത്ത് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തിലേക്ക് മലക്കുകളെ അയക്കുന്നുണ്ട്. അതാണ് അടുത്ത വചനം, നമുക്കൊന്ന് കേൾക്കാം. ولما جاءت رسلنا إبراهيم بالبشرى قالوا إنا مهلكو أهل هذه القرية إن أهلها كانوا ظالمين. ولما جاءت رسلنا, വലമ്മ അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു ചില മലക്കുകളെ നിയോഗിക്കുന്നു. ജാഅത്ത് റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ. ഇവിടെ ആ ദൂതന്മാർ കൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്. എവിടെയാണ് ആദ്യം ചെന്നത്? അതാണ് ബാക്കിയുള്ള ഭാഗം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കലാണ് ആദ്യം ഈ മലക്കുകൾ ചെന്നെത്തുന്നത്. ആ മലക്കുകൾ വന്നതിന് 2 ദൗത്യങ്ങളാണ്, 2 കാര്യങ്ങൾ നിറവേറ്റാനാണ് മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വലമ്മാ ജാഅത്ത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുഷ്റാ, സന്തോഷവാർത്തയും കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സന്തോഷവാർത്തയും കൊണ്ടാണ്. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മക്കളില്ലായിരുന്നു, വാർദ്ധക്യത്തിലും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മക്കളില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിയുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന, ചില മരങ്ങളിൽ തൊട്ടിലുകൾ കെട്ടി അതിനുവേണ്ടി നേർച്ച ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ സമുദായത്തിൽ കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളിൽ പോലും കാണാൻ സാധിക്കും. എന്നാൽ ഖുർആനൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമിന് കുട്ടിയില്ലാതെ വാർദ്ധക്യത്തിലും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു.
അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന് വാർദ്ധക്യത്തിലും കുട്ടിയില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരമായി കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന് സന്തോഷ വാർത്തയും കൊണ്ടാണ് മലക്കുകൾ വരുന്നത്. അത് ഒന്നാമത്തെ ദൗത്യമാണ്. ആ മലക്കുകൾ വന്ന് നിങ്ങൾക്കിനി കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. ആ സന്തോഷ വാർത്ത ഇസ്ഹാഖ് എന്ന് പറയുന്ന മകനായിരുന്നു എന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്ന് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. രണ്ടാമത്തെ ദൗത്യം എന്താ? ഖാലു ഇന്ന മുഹ്ലികു, നമ്മൾ നശിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും മുഹ്ലികു, അഹ്ലക യുഹ്ലികു എന്ന് പറഞ്ഞാൽ അഹ്ലക നശിപ്പിച്ചു, യുഹ്ലികു നശിപ്പിക്കുന്നു, മുഹ്ലികു നമ്മൾ നശിപ്പിക്കുന്നവരാണ് അഹ്ല ഹാദിഹിൽ ഖറിയതി, ആ നാടിനെ. അവിടെ അൽ ഖറിയത്ത് എന്ന് പറയുമ്പോൾ നാടും നാട്ടിലുള്ള ആളുകളും രണ്ടും ഉൾപ്പെട്ടു എന്നാണ്. ആ നാടും ആ നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കും. ഇന്ന അഹ്ലഹ, അങ്ങനെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ് മലക്കുകൾ പറഞ്ഞത്? ഇന്ന അഹ്ലഹ, തീർച്ചയായും ആ നാട്ടിലുള്ള ആളുകൾ കാനു ളാലിമീൻ, അവർ അക്രമികളായി തീർന്നിട്ടുണ്ട് എന്നാണ് മലക്കുകൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദുൽമ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്, അതുപോലെ തന്നെ കുഫറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ട് ആ റബ്ബിന് ചെയ്യേണ്ട നന്ദി നമ്മൾ ചെയ്യാതെ മറ്റുള്ള ആളുകളിലേക്ക് ആ റബ്ബിന് കൊടുക്കേണ്ടത്, സമർപ്പിക്കേണ്ടത് തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അക്രമം എന്താണുള്ളത്? ഒന്നാമത്തത് ഏറ്റവും വലിയ ദുൽമി എന്നത് ഷിർക്കാണ്. സൂറത്തുൽ ലുഖ്മാനിൽ ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന ഷിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം ദുൽമ് എന്നത് അത് ഷിർക്കാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ നിഷേധിക്കലും. ഇങ്ങനെ ഒരു ദൈവമില്ല, നിങ്ങൾ പ്രവാചകനല്ല എന്ന് പ്രവാചകന്മാരെ, അള്ളാഹു നിയോഗിച്ച ദൂതന്മാരെ നിഷേധിക്കലും അള്ളാഹുവിനെ നിഷേധിക്കലും ഇതെല്ലാം കുഫറാണ്, ഏറ്റവും വലിയ അക്രമമാണ്. അതോടൊപ്പം ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൽ ഉണ്ടായിരുന്ന അക്രമം എന്തായിരുന്നു? മറ്റു സമുദായത്തിലൊന്നുമില്ലാത്ത വലിയ തിന്മ, പ്രകൃതി വിരുദ്ധമായ ആ തിന്മ, സ്വവർഗരതി എന്ന് ഇന്ന് ആളുകൾ ഇതൊക്കെ ഒരു ട്രെൻഡായി കൊണ്ടു നടക്കുന്ന ആ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രകൃതി വിരുദ്ധമായ ആ തിന്മയെ അവർ നന്മയാക്കി അതൊരു പ്രൗഢിയാക്കി കൊണ്ടു നടന്നു. ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മുൻപ് ഒരാളും ഒരു സമുദായവും കൊണ്ടുവന്നിട്ടില്ലാത്ത തിന്മയാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിന് മുമ്പ് പരിചയമില്ലാത്ത ഒരു തിന്മയായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അത്രയും വലിയ അക്രമികളായിക്കൊണ്ട് അവർ മാറിയതുകൊണ്ടാണ് ആ നാടിനെയും ആ നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനം. അങ്ങനെ മലക്കുകൾ വന്നു, ആ വാർത്ത അറിയിച്ചു. ആ വാർത്ത അറിയിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്താണ് ആ വാർത്ത ആദ്യം എത്തുന്നത്. കാരണം ലൂത്ത് നബി അലൈഹി സ്വലാം മറ്റൊരു നാട്ടിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് മകനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവാചകനാണ്, ലൂത്ത് നബി അലൈഹി സ്വലാം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദഅവത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു നബിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആദ്യം അറിയണം, പിന്നീട് നബി അറിയും. ആ പ്രവാചകൻ അറിഞ്ഞപ്പോൾ ഉടനെ തിരിച്ച് മലക്കുകളോട് ഒന്ന് ശുപാർശ ചെയ്തു നോക്കുന്നുണ്ട്. ആ ആയത്ത്, അതായത് 32-ാമത്തെ ആയത്ത് നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഖാല ഇന്ന ഫീഹാ ലൂത്താ ഖാലൂ നഹ്നു അഅലമു ബിമൻ ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വന്ന മലക്കുകളോട് ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. കാരണം ആ നാടിനെയും ആ നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേദന ഉണ്ടായി. ഏതൊരാൾക്കും വേദന ഉണ്ടാവും അല്ലേ? ഒരു നാടും ആ നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഫിത്രത്തിലുണ്ടാകുന്ന പ്രകൃതിദത്തമായി ഉണ്ടാകുന്നൊരു വേദന ഉണ്ടാവും. അതിലപ്പുറം ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ഒരു നബി അപ്പുറത്തുണ്ട്, ആ നാട്ടിലുണ്ട്. ആരാണ്? ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബം അവിടെ ഉണ്ട്. അപ്പോൾ
ആ നാടിനെയും ആ നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും അവരും നശിപ്പിക്കപ്പെടും എന്ന ഒരു ധാരണയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്ന് പറഞ്ഞു നോക്കുകയാണ്, ഇന്ന ഫീഹ ലൂത്തൻ, തീർച്ചയായും അതിൽ ലൂത്തുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കുക? ലൂത്ത് നബി അലൈഹി സ്വലാം ഒരു നബിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കുക? ആ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ ഉൾപ്പെടെ നശിപ്പിക്കുകയാണോ? അങ്ങനെ മലക്കുകളെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. പക്ഷേ മലക്കുകളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു തആല എന്താണോ അവിടെ കൽപ്പിച്ചത്, ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ചതൊന്നും അനുസരിക്കാതിരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്തൊക്കെയാണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക എന്നതാണ് അവർ ചെയ്യുന്നത് എന്ന് മലക്കുകളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന്മാരെ പോലെയല്ല, അവർക്ക് കൽപ്പിക്കപ്പെട്ടതെല്ലാം കൃത്യമായി അവർ നിർവഹിക്കും. അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം ചെയ്യാതിരിക്കും. അവരോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യുകയും ചെയ്യും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കണമെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷേ അനന്തരഫലം നാളെ പാരത്രിക ലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച ആ മലക്കുകളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആ മലക്കുകൾ തിരിച്ചു പറഞ്ഞത് എന്താണ്? ആ മലക്കുകൾ പറയാണ്, ഖാലു നഹ്നു അഅലമു ബിമൻ ഫീഹാ. മലക്കുകൾ പറയാണ്, നഹ്നു നമ്മളാകട്ടെ, അഅലമു എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് വസിനാണ്, ഏറ്റവും മുന്തിയ, അതായത് അതിൻ്റെ അപ്പുറം പിന്നൊന്നുമില്ല. അലമു ഞങ്ങൾ അങ്ങേയറ്റം അറിയുന്നവരാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് പറഞ്ഞു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾക്ക് ലൂത്ത് നബി അലൈഹി സ്വലാം ആ നാട്ടിലുണ്ട് എന്ന് അറിയാം എന്നാണ് മലക്കുകൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ രണ്ട് രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കലും പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാളും അറിവുള്ള ആൾ എന്നോ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിവില്ല എന്നോ ഒന്നുമല്ല. മറിച്ച് ഈ ഒരു ദൗത്യത്തിലേക്ക് മലക്കിനെ നിയോഗിക്കുമ്പോൾ അള്ളാഹു കൃത്യമായി ആ നാട്ടിലുള്ള ആളുകളെയും ആ നാട്ടിൽ ആ ആളുകൾ ചെയ്ത പ്രവൃത്തികളെയും അതിലാരൊക്കെയാണ് ഉള്ളത് എന്നും കൃത്യമായി മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള അറിവ് അതുപോലെ അള്ളാഹു മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നഹ്നു അഅലമു, നിങ്ങൾക്കറിയുന്നത് പോലെ നമുക്കും അത് ക്ലിയറായി വ്യക്തമായി അറിയാം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിശദീകരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ആ വിഷയത്തിൽ അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു എന്ന വിശദീകരണവും കാണാൻ സാധിക്കും. ഏതായാലും രണ്ടും വൈരുദ്ധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാൾ മുകളിലാണ്. ആ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മലക്കുകൾ അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് വന്നതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇപ്പോൾ ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കാം മലക്കുകളെ നിയോഗിച്ചിട്ടുള്ളത് എന്നതും അവിടെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും മലക്കുകൾ ആ നാട്ടിനെക്കുറിച്ചും ആ നാട്ടിലുള്ള ആളുകളെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും ആ നാട്ടിൽ ലൂത്ത് നബി അലൈഹി സ്വലാമും കുടുംബവും ഉണ്ട് എന്നതും കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിൽ യാതൊരു നിലക്കും ഒരു ഇളവ് അവിടെ അനുവദിക്കുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ആ മലക്കുകളുടെ മറുപടിയിൽ. നിങ്ങൾ ഇത് പറയാതെ തന്നെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നാലും ഞങ്ങൾ ആ നാട്ടിനെയും നാട്ടിലുള്ള ആളുകളെയും നശിപ്പിക്കും. എന്നിട്ട് മലക്കുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന ചില ആളുകളെക്കുറിച്ചും പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ആരെയാണ് രക്ഷപ്പെടുത്തുക? ലൂത്ത് നബി അലൈഹി സ്വലാം ആ നാട്ടിലുണ്ട് എന്നറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബവും ആ നാട്ടിലുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ മലക്കുകൾ തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയാണ്, ലനുനജ്ജിയന്നഹു വ അഹ്ലഹു, തീർച്ചയായും ഞങ്ങൾ ആ ലൂത്ത് അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും, ഇവിടെ രണ്ട് രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തത് വിശ്വസിച്ചവർ എന്ന അർത്ഥത്തിൽ, അഹ്ലഹു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ആളുകൾ എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വസിച്ചതായ കുടുംബത്തെ. ഇനി മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ
അദ്ദേഹത്തിൽ വിശ്വസിച്ചതായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതും അല്ലെങ്കിൽ ആദർശ കുടുംബത്തിൽപ്പെട്ടതുമായ ആളുകൾ, ഇവരെ എല്ലാം എന്തു ചെയ്യും? രക്ഷപ്പെടുത്തും. എന്നിട്ട് അവിടെ ഒരു ആളിനെ മാത്രം പ്രത്യേകം എടുത്തു പറയുന്നു. വിശ്വസിക്കാത്ത ആളുകൾ എന്തായാലും നശിക്കപ്പെടും. പക്ഷേ അഹ്ലഹു എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ അഹ്ലിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുകയില്ല. ഇല്ലംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. ഒരു ആളിനെ മാത്രം എന്ത് ചെയ്യില്ല? രക്ഷിക്കൂല. അതാരാണ്? ഇല്ലംറഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ എതിർപക്ഷത്താണ്, ശത്രുപക്ഷത്താണ്. സത്യവിശ്വാസം സ്വീകരിക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ലൂത്ത് നബി അലൈഹി സ്വലാമും ഒക്കെ കൊണ്ടുവന്ന ഈ മതത്തെ, പ്രബോധനം ചെയ്ത ഈ മതത്തെ, അതുപോലെ തന്നെ പറഞ്ഞു വച്ച ആശയങ്ങളെ മുഴുവൻ നിരാകരിക്കുകയും തള്ളിക്കളയുകയും അള്ളാഹുവിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിപ്പോയി ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ. അപ്പോൾ മലക്കുകൾ പറയാണ്, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയെ മാത്രം എന്ത് ചെയ്യില്ല? രക്ഷിക്കൂല, കുടുംബത്തിൽ നിന്ന് രക്ഷിക്കൂല. വിശ്വസിച്ച ആളുകളെ രക്ഷിക്കും, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തെയും രക്ഷിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആളുകളുണ്ടെങ്കിൽ അവരെയും രക്ഷിക്കും. പക്ഷേ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് ആരാണ്? രക്ഷപ്പെടാത്തത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ മാത്രമാണ്. കാരണം എന്താണ്? കാനത്ത് മിനൽ ഗാബിരീൻ. കാനത്ത്, അവളായിത്തീർന്നിട്ടുണ്ട്, മിനൽ ഗാബിരീൻ, ബാക്കിയാകുന്നവരിൽ നിന്ന്. ബാക്കിയാകുന്നവരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ നിന്ന്, നശിപ്പിക്കപ്പെടാൻ പോകുന്ന ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമും അഹ്ല് കുടുംബവുമാണ്, വിശ്വസിച്ചവരാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാകുന്നവർ ആരാണ്? ആ നാടിനെ നശിപ്പിക്കുന്നതും ആ നാട്ടിൽ താമസിക്കുന്നതുമായ ആളുകളാണ് ബാക്കിയാകുന്നത്. ബാക്കിയാകുന്നത് ആര് മാത്രമാണ്? ഇസ്ലാം സ്വീകരിക്കാതെ, വിശ്വസിക്കാതെ, പ്രവാചകനെ അംഗീകരിക്കാതെ ബാക്കിയായവരാണ്. വാലിമീങ്ങളാണ്, അക്രമികളാണ്, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ബാക്കിയാകുന്നവരിൽ ആയിട്ടുണ്ടാര്? ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ. അതുകൊണ്ടാണ് കാനത്ത് മിനൽ ഗാബിരീൻ, ബാക്കിയാകുന്നവരിൽ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നവരിൽ അവൾ പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഒരു പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഒരു നബിയുടെ ഭാര്യയാണ് ഇവിടെ നശിപ്പിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പയാര്, എൻ്റെ ഉമ്മയാര് എന്നത് അള്ളാഹ് പരിഗണിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മകൾ ഫാത്തിമയോട് പറഞ്ഞത്, അൻഖിദി നഫ്സകി മിനന്നാർ. ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്, പക്ഷേ നീ നരകത്തിൽ നിന്ന് നീ തന്നെയാണ് നിന്നെ കാത്തു സംരക്ഷിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു ഫാത്തിമ റളിയല്ലാഹുഅൻഹയോട്. ഇവിടെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആ നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചരിത്രങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഈ സൂറത്തിൽ തന്നെ നമ്മൾ 15-ാമത്തെ ആയത്ത് മുതൽ അവിടെ നിങ്ങോട്ട് വായിച്ചു വന്നപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയും മകനും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിലും അയക്കപ്പെട്ട പ്രവാചകന്മാർ, അവരുടെ വേണ്ടപ്പെട്ടവർ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയും ഇവിടെ നശിപ്പിക്കപ്പെടാൻ പോകുന്നതിനുള്ള പ്രധാന കാരണം റബ്ബിനെ അംഗീകരിച്ചിട്ടില്ല, ഈ ദീന് സ്വീകരിച്ചിട്ടില്ല, ആ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടില്ല. ട്രെൻഡിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ആധുനികത എന്ന് പറഞ്ഞ് പുരോഗമനത്തിൻ്റെ പിന്നാലെ പോയതിൻ്റെ പേരിൽ പിന്നെ ആ നാട് നശിപ്പിക്കപ്പെടുകയാണ്. എന്തായിരുന്നു ആ നാടിനെ നശിപ്പിച്ച സംഭവങ്ങൾ, എങ്ങനെയായിരുന്നു അത് നശിപ്പിച്ചത് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ പഠിക്കുക, അതോടൊപ്പം ഈ വിശ്വാസത്തിൽ ഒരു ഊട്ടിയുറച്ച അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരേണ്ടതുണ്ട്. ഈമാനിൻ്റെ പ്രഭ ചൊരിയുന്ന, നന്മകളിൽ മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.